വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാട്ടോ. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരിയും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം പൂരിക്കുള്ളത് അത് എനിക്ക് കമ്പനിക്ക് ഒരാളുണ്ട്, പക്ഷേ എനിക്ക് ഇരട്ടി പണിയായിരിക്കും തരുന്നത്. കാരണം മാവൊക്കെ ഇപ്പോഴേ കുഴപ്പം തുടങ്ങി. നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ടയില്ലേ, ഇത് വെച്ച് നല്ല പൊങ്ങി വരുന്ന പൂരി ഉണ്ടാക്കാം കേട്ടോ. ഓൾറെഡി ബാലൻസ് ചെയ്യുന്നത് കുറച്ച് എടുത്തിട്ടിട്ടുണ്ട്. ഈ പുതിയ പാക്കറ്റ് കൂടെ പൊട്ടിച്ച് അതും കൂടി ഇട്ടിട്ട് കുഴച്ച്, വേറെ ഒന്നും ചേർക്കത്തില്ല. കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് പഞ്ചസാര, ഇത്രയും ഇട്ട് നോർമൽ വെള്ളത്തിൽ കുഴച്ച് ഒരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കമ്പനിക്ക് കൂടെ ആളുണ്ട്, പക്ഷേ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് 10-30 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട അവസ്ഥ വരും എന്നുള്ളത് സത്യമായ കാര്യം. കണ്ടോ, ഇപ്പോഴും അവൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീഡിയോ കാണാൻ പറ, ഫുൾ വീഡിയോ കാണണേന്ന് പറ. ഫുൾ വീഡിയോ കാണണേ. ഓക്കെ, കുറച്ച് മാത്രം മതി കേട്ടോ. ഒരുപാട് ഉണ്ടാക്കി കുഴച്ച് കഴിഞ്ഞാൽ ഒരുപാടായി പോകും. ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഇത്രയും മതി. കുറച്ച് മാത്രം വെളിച്ചെണ്ണ, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ആയി പോകാനും പാടില്ല, എങ്കിൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, എങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും വേണം. ആ ഒരു പരുവത്തിനാണ് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കാണെങ്കിലും കുഴച്ചെടുക്കുന്നത്. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യം കേട്ടോ. ഭയങ്കര ഒരു വല്ലായ്മയാട്ടോ എനിക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ക്ലീൻ ചെയ്തിട്ട് മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അവർ കട്ട് ചെയ്യാൻ കൊടുക്കുമ്പോഴേ പറയും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് വേണം തരാനെന്ന് പറയും. പിന്നെ അവർ ഓർക്കാതെ ചിലപ്പം വെച്ച് പോകും. അപ്പോൾ അത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യം ഒരു വല്ലാത്തൊരു കഷ്ടപ്പാടാട്ടോ. കൂടുതലും അതിൻ്റെ കരള്, പിന്നെ ഒരുപാട് നെയ്യുള്ള ഭാഗം, കഴുത്ത്, അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലായ്മയാണ് ഈ ചിക്കൻ ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു 6-7 വെള്ളത്തിലെങ്കിലും ഞാൻ വൃത്തിയായിട്ട് കഴുകി ലാസ്റ്റ് നല്ല വെള്ളം കണ്ടിട്ടേ അത് ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ എല്ലാം നന്നായിട്ട് കഴുകി ഞാൻ വിചാരിച്ചു ഈ ഒരു മസാല ചേർക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ മസാലകളൊന്നും ഞാൻ ഉള്ളിക്കകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പെരട്ടി മസാലയൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് കുറച്ച് മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൂരിക്കുള്ളത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് ടൈം എടുക്കുന്ന കാര്യം. ഞാൻ കുറച്ച് മാത്രമേ എടുത്തോളൂ, പക്ഷേ ഉരുട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് അധികമായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ടൈലിൻ്റെ മുകളിൽ ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ടൈലിനേക്കാളും ബെസ്റ്റ് ഒരു പരത്തൽ പ്ലേസ് വേറെ എങ്ങും കിട്ടത്തില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും റൗണ്ട് ഷേപ്പിന് തന്നെ എനിക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ വിചാരിച്ചു റൗണ്ടൊന്നും ആവത്തില്ല, ഏതെങ്കിലും ഒരു കോലത്തിലായിരിക്കും പരത്തിയെടുക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ പരത്തിയെടുത്ത് കേട്ടോ. ഇതൊന്ന് ചുട്ട് കിട്ടിയാൽ മാത്രം മതി, ചുട്ടല്ല നല്ല പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതവിടെ പരത്തി വെച്ച ശേഷം ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൂരിക്കുള്ളത് പെട്ടെന്ന് റെഡി ആവുമല്ലോ, അത് പൊരിച്ചെടുക്കാൻ വലിയ താമസമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുക്കറിൽ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മെയിൻ ആയുധം എന്ന് പറയുന്നത് ചട്ടുക കേട്ടോ. ചട്ടുകത്തിൽ വെച്ച് ഇളക്കുന്നതിൻ്റെ സുഖം വേറെ ഒരു കരണ്ടി കൊണ്ടും കിട്ടത്തില്ലേ, തവി കൊണ്ടാണെങ്കിലും കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചട്ടുകം തന്നെ എടുത്തു. എൻ്റെ മെയിൻ ആയുധം ചട്ടുക, അപ്പം അടിയിലൊന്നും പിടിക്കാതെ എനിക്ക് കറക്റ്റ് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനകത്ത് വേറെ ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിക്കകത്ത് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി ഈ ഒരു മസാല മാത്രമേ ഉള്ളൂ. കുറച്ച് അധികമായിട്ട് ഞാൻ എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഏരിയയൊക്കെ കറക്റ്റ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു വലിയ തക്കാളിയുടെ പകുതി തക്കാളിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഒരു 3 വിസിൽ കൊണ്ട് സംഭവം റെഡി ആട്ടോ. നമുക്ക് പെട്ടെന്ന്
പെട്ടെന്നൊക്കെ ചിക്കൻ കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. വേറെ ടെൻഷനൊന്നുമില്ല, കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് പൂരിക്കുള്ള പരിപാടി തുടങ്ങി കേട്ടോ. കണ്ടോ പൊങ്ങി പൊങ്ങി വരുന്നത് കണ്ടോ, നല്ല ഗർഭിണികളുടെ കണക്ക്. കാരണം നല്ല നല്ല മാവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്നതിനകത്തും ഇരിക്കും കേട്ടോ, ചിലതിനകത്തൊന്നും നല്ല ഇങ്ങനെ പൊങ്ങിയൊന്നും പ്ലഫി ആയിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നേ. നല്ല മൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിലും നല്ല പൊങ്ങിയൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടോ. 3 വിസിലും കഴിഞ്ഞ് അരമണിക്കൂറും കഴിഞ്ഞിട്ടാട്ടോ, അരയല്ല ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഞാനിത് എടുത്തത്. അപ്പോഴും തന്നെ നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാനൊരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇടാറുണ്ട് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അടിപൊളിയായിരിക്കും കറി. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് എരിവ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ, ചിക്കൻ കറി റെഡി ആട്ടോ. ഇനി കൊണ്ട് വെക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ. വിളമ്പി തരിക എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഡ്യൂട്ടി കേട്ടോ. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. കൊണ്ടുവച്ചാൽ മാത്രം മതി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ. ബാക്കിയുള്ള എല്ലാം ഏട്ടനാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും വിളമ്പി കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി ഏട്ടന് മാത്രമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിലമോൾ ഇപ്പുറത്തിരുന്ന നിലമോൾ അപ്പുറത്ത് പോയി ഇരുന്നു. പിന്നെ അവൾക്ക് ഈ പൂരിയൊന്നും വലിയ ഇഷ്ടപ്പെട്ടു. ആദ്യം ഇട്ട് കൊടുത്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതെടുത്ത് മൊത്തം എൻ്റെ പാത്രത്തിലോട്ടാട്ടോ എടുത്ത് എറിഞ്ഞത്. ചിക്കൻ പിന്നെ എത്ര കൊടുത്താലും അവൾ കഴിക്കും കേട്ടോ. അവളുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ. അത് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളതെന്ന് പറയാൻ. പിന്നെ ആകെ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ പൂരി പപ്പടം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം എത്ര സോഫ്റ്റായിട്ട് പൊരിച്ചെടുത്തിട്ടും ലാസ്റ്റ് ആയപ്പോൾ ഡ്രൈ ആയിപ്പോയി, പപ്പടം പോലെ ആയിപ്പോയി. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ കറിയായിട്ട് നല്ല സൂപ്പറായിരുന്നേ. പിന്നെ ഇവിടെ കൂടുതലും ഞങ്ങൾ ഗോതമ്പ് മാവ് ഉപയോഗിക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ ആട്ടമാവ് തന്നെ കേട്ടോ. പുറത്തുനിന്ന് എക്സ്ട്രാ ഗോതമ്പ് മാവ് ഒന്നും മേടിക്കാറില്ല. പിന്നെ ഇവിടെ ഗോതമ്പിൻ്റെ എന്തുണ്ടാക്കിയാലും ഏട്ടനും അമ്മയൊക്കെ കഴിക്കും കേട്ടോ. അതാണ് എൻ്റെ ഒരു സമാധാനം. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ചപ്പാത്തി പൂരി അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമുള്ളൂ. അവർ പുട്ട് ഒരട്ടി എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.